പോർട്ട്ഫോളിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ തുടർച്ചയായ 3 ദിവസങ്ങളിലെ നേട്ടത്തിന് പിന്നാലെ ഈ വർഷത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക്, അതായത് 25,781.5 എന്ന ലെവൽ ടച്ച് ചെയ്ത നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തത് 25,709.85 FIIകളുടെ തിരിച്ചുവരവും അതുപോലെ മോശമല്ലാത്ത ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റിന് കരുത്തേകിയെന്ന് പറയാം. ഈ ആഴ്ച നിഫ്റ്റി 1.68%, ബാങ്ക് നിഫ്റ്റി 1.95% നേട്ടം രേഖപ്പെടുത്തി. ഇനി നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയത് റിയാലിറ്റി മേഖലയാണ്, 4.14%. കൂടാതെ FMCG സെക്ടർ 3%, ഓട്ടോ സെക്ടർ 2%, പ്രൈവറ്റ് ബാങ്ക്സ് 1.72% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ മീഡിയ സെക്ടർ 2.7%, IT സെക്ടർ 1.85% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ US ചൈന താരിഫ് പ്രഖ്യാപനവും അതേ തുടർന്നുണ്ടായ അസ്ഥിരതയും കൂടാതെ ചില ബാങ്കുകളിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ഡേറ്റയും ഒക്കെ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്നുണ്ടായ പാനിക് സെല്ലിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ് US മാർക്കറ്റിൽ. എങ്കിലും വീക്ക്ലി ചാർട്ട് പരിശോധിക്കുമ്പോൾ പ്രധാന ഇൻഡിസസ് എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡാക്സിൽ 1.69% നഷ്ടത്തോടു കൂടിയാണ് ഡാക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇനി ഏഷ്യൻ വിപണിയിലേക്ക് വരുമ്പോൾ US ചൈന താരിഫ് വാർ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ചൈനയുടെ GDP ഡേറ്റയും അതുപോലെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം നിരക്കുകൾ തുടങ്ങിയവയാവും വരുന്ന ആഴ്ച വിപണിയെ സ്വാധീനിക്കുക. തുടർന്ന് ഒക്ടോബർ 23 ജപ്പാൻ്റെ കോർ CPI ഡേറ്റയും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ദീപാവലിയോടനുബന്ധിച്ച് മുഹൂർത്ത് ട്രേഡിംഗ് ഒക്ടോബർ 21 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 വരെ ആയിരിക്കും. ഒക്ടോബർ 22 ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്. ഒക്ടോബർ 24 ഇന്ത്യയുടെ ഫോറക്സ് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയിൻ കമ്പനീസൊക്കെ തന്നെ. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന Q2 റിസൾട്ട്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രമുഖ IT കമ്പനികളുടെ എല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട്. ഇൻഫോസിസ് ഇയർ ഓൺ ഇയർ ഒരു 13% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിട്ടുള്ളത്. റവന്യൂവിലും 9% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. വിപ്രോ നെറ്റ് പ്രോഫിറ്റ് 1.7% ഉയർന്ന് 3,246 കോടി ആയിട്ടുണ്ട്. റിലയൻസിൻ്റെ റിസൾട്ട്സ് ഫ്രൈഡേ ഈവനിങ് വരികയുണ്ടായി. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ മാത്രം ഒരു 1.32% ഇൻക്രീസ് ആണ് ഷെയർ പ്രൈസിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അവരുടെ നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 14% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എബിറ്റയിലും 14.6% ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ റീറ്റെയിൽ സെഗ്മെൻറ്റ്, അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, പിന്നെ ഓയിൽ ടു കെമിക്കൽ, ഈ 3 സെക്ടറാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ഓയിൽ ടു കെമിക്കലിൻ്റെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 3.2% ഇൻക്രീസ് ആയി ഇയർ ഓൺ ഇയർ. അതുപോലെ എബിറ്റ 20.9% ഇൻക്രീസ് ആയിട്ടുണ്ട്. 130 ബേസിസ് പോയിൻറ്റ്സിൻ്റെ മാർജിൻ ഡിഫറൻസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റ് മാത്രമുള്ളത്. ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ കേസിൽ 500 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു മൈൽ സ്റ്റോൺ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആവറേജ് റവന്യൂ പെർ യൂസർ എന്നുള്ളതും 8.4% ഇൻക്രീസ് ആയി ഇപ്പോൾ 211.4 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,379 CR ആണ്. അതിലും ഒരു 12.8% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. റവന്യൂ എന്ന് പറയുന്നത് 42,652 CR ആണ്. അതിലും ഒരു അറൗണ്ട് 15% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കേസിൽ എബിറ്റയിലും ഒരു 17.7 ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ്, ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഇനി റീറ്റെയിൽ സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 18% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായി. റവന്യൂ ഇപ്പോൾ 90,018 CR ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. എബിറ്റയിലും ഒരു 16.5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഗ്രോസറി, ഫാഷൻ സെക്ടേഴ്സ്, അതുപോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഗ്രോസറി 23%, ഫാഷൻ സെക്ടർ 22%, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് 18% എന്നിങ്ങനെയാണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത്. പുതുതായിട്ട് 412 സ്റ്റോർസാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അക്രോസ് ഇന്ത്യ അവർക്ക് ടോട്ടൽ 19,821 സ്റ്റോർസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി ജിയോ മാർട്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം 309 മില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. 200% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ആവറേജ് ഡെയിലി ഓർഡേഴ്സിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് റിലയൻസിൻ്റെ ഒരു
സമ്മറി, ഇതൊക്കെയാണ് റിലയൻസിൻ്റെ Q2 റിസൾട്ട്സിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി മറ്റ് റിസൾട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബാങ്ക്സിൻ്റെ എല്ലാം റിസൾട്ട്സ് വന്നിട്ടുണ്ട്. HDFC ബാങ്ക്, അതുപോലെ ICICI ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെയുള്ള മെയിൻ ബാങ്കുകളുടെ എല്ലാം റിസൾട്ട്സ് ഫ്രൈഡേയും സാറ്റർഡേ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ HDFC ബാങ്ക് അതുപോലെ ICICI ബാങ്കൊക്കെ എസ്റ്റിമേറ്റുകളെയൊക്കെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഓരോ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. HDFC ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ 10.8% ആണ് ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ICICI ബാങ്കിൻ്റെ കേസിൽ നെറ്റ് പ്രോഫിറ്റിൽ 5.2% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗ്രോസ് NPA 1.58% ആയിട്ട് ഡിക്ലൈൻ ആയിട്ടുമുണ്ട്. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ കേസ് മാത്രമാണ് ഒരു 9.6% ഡിക്രീസാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ സാധിച്ചത് റിപ്പോർട്ടിൽ. മറ്റൊരു റിസൾട്ട്സ് വന്ന മറ്റൊരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതിൻ്റെ പ്രോഫിറ്റിൽ 14% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ 18% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ IDFC ബാങ്കിൻ്റെ ഏർണിങ്സും 75% ഇൻക്രീസായി 352 CR ആയിട്ടുണ്ട്. ഇനിയും മറ്റ് സെക്ടേഴ്സിലുള്ള കമ്പനീസിൻ്റെ റിസൾട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൾട്രാടെക് ഒക്ടോബർ 18 അതായത് ഇന്നലെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് അൾട്രാടെക് സിമെൻറ്റിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റിൽ 50% ആണ് ഇൻക്രീസ്, റവന്യൂവിലും 25% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നല്ല റിസൾട്ട് പബ്ലിഷ് ചെയ്ത വേറൊരു കമ്പനിയാണ് സേജൽ ഗ്ലാസ്. നെറ്റ് പ്രോഫിറ്റിൽ 250% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ റവന്യൂവിൽ 67% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ JSW സ്റ്റീൽ വളരെ നല്ല റിസൾട്ട്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ക്വാർട്ടറിൽ 272% ആണ് നെറ്റ് പ്രോഫിറ്റിൽ അവരുടെ ഇൻക്രീസ് എന്ന് പറയുന്നത്. അതുപോലെ റവന്യൂവിൽ 13% ഇൻക്രീസ് ആണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 13% ഇൻക്രീസ് ഉണ്ട്, റവന്യൂവിൽ 3% ഇൻക്രീസും അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. വേറൊരു കമ്പനിയാണ് പോളിക്യാബിൻ്റെയും നെറ്റ് പ്രോഫിറ്റ് 55% ഇൻക്രീസ് ആയിട്ടുണ്ട്, റവന്യൂവിലും 17% ഇൻക്രീസ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റിൽ 82% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്, റവന്യൂ 28% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഹാവൽസ് ഇന്ത്യയുടെ റിസൾട്ട്സ് ഫ്രൈഡേ പബ്ലിഷ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റിൽ 16% ഇൻക്രീസ് ഉണ്ടായി, അതുപോലെ റവന്യൂവിൽ 5% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ അൾട്രാടെക് സിമെൻറ്റ് ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുകൂടാതെ മറ്റ് സെക്ടേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാലിയോൺ ഇന്ത്യയിൽ നെറ്റ് പ്രോഫിറ്റിൽ 1000% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ RPG ലൈഫിൽ നെറ്റ് പ്രോഫിറ്റിൽ 825% ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡാൽമിയ ഭാരത് നെറ്റ് പ്രോഫിറ്റിൽ 387% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. JSW സ്റ്റീലും വളരെ നല്ല റിസൾട്ട്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 272% ഇൻക്രീസ് ആണ്, റവന്യൂവിലും 13% ഇൻക്രീസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സേജാൽ ഗ്ലാസ് നേരത്തെ പറഞ്ഞ അതിലും നെറ്റ് പ്രോഫിറ്റിൽ 250% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. വാരി എനർജീസിൽ നെറ്റ് പ്രോഫിറ്റിൽ 224% ഇൻക്രീസ് ഉണ്ടായി, റവന്യൂവിലും 44% ഇൻക്രീസ് ആണ് വാരി എനർജിയുടെ കേസിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ നല്ല റിസൾട്ട്സ് തന്ന മറ്റ് കമ്പനീസാണ് വാരി റിന്യൂവൽസ്, മനോരമ ഇൻഡസ്ട്രീസ്, ക്യുക്ക് ഹീൽ ടെക്നോളജീസ്. ക്യുക്ക് ഹീലിൻ്റെ കേസിൽ നെറ്റ് പ്രോഫിറ്റ് 100% ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ റവന്യൂ 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. തൈറോകെയർ ടെക്നോളജീസ്, അതുപോലെ ഓറിയൻ ഹോട്ടൽസ്, IDBI ബാങ്ക്, PSP പ്രോജക്ട്സ്, GM ബ്രൂവറീസ്, IOB ബാങ്ക്, പിന്നെ സിയാറ്റ്, പോളിക്യാബ്, ഇങ്ങനെ ഈ കമ്പനീസിൻ്റെ ഈ ആഴ്ച റിസൾട്ട് വന്നതിൽ വളരെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത കമ്പനീസാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ ആഴ്ച റിസൾട്ട്സ് വന്ന സ്റ്റോക്സിൽ ഈ വാരി എനർജി, ക്യുക്ക് ഹീല്, അതുപോലെ സ്റ്റാലിയോണ്, ഇതൊക്കെ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് കൊടുത്തിരുന്ന സ്റ്റോക്സാണ്. വളരെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായ സംശയങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ ഞങ്ങൾ സ്വിങ്, ഇൻട്രാഡേ കോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇനി നിങ്ങൾ ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന കമ്പനീസ് നോക്കുകയാണെങ്കിൽ 20th ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ്, 21st ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ്, അതുപോലെ ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക്കും റിസൾട്ട്സുമായിട്ട് വരുന്നുണ്ട്. ഇനി 22nd വർദ്ധമാൻ അക്രലിക് ഉണ്ട്, ഇപാക് പ്രീഫാബ് ടെക്നോളജീസ് ഉണ്ട്. 23rd ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ് പാമോലിവ്, ലോറസ് ലാബ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ടാറ്റ ടെലി സർവീസസ്, സാഗർ സിമെൻറ്റ്സ്, PTC ഇന്ത്യ, ഫാബ്ടെക് ടെക്നോളജീസ്, ആന്ധ്ര സിമെൻറ്റ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട്സ് വരുന്നുണ്ട്. ഇനി 24th നോക്കുകയാണെങ്കിൽ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അതുപോലെ SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ്, കോഫോർജ്, ഡോക്ടർ റെഡ്ഡീസ്, ITC ഹോട്ടൽ, ആദിത്യ ബിർള AMC തുടങ്ങിയ കമ്പനികളുടെയൊക്കെ റിസൾട്ട്സ് 24th പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 25th കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടും വരാനിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ച റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന മെയിൻ കമ്പനീസ്. അപ്പോൾ എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ. ഐശ്വര്യപൂർണ്ണമായൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Stock market investments are subject to market risk. Please do your own research before investing.